Hello all, this is Essence of Science and you're watching the last part of the video. Hope you'll all understand it. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഡെയിലി ലൈഫ് ഓക്സിഡേഷൻ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കി നോക്കാം. ആൻഡ് ദേ ആർ റെസ്പിറേഷൻ, കമ്പസ്റ്റൻ, കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്, ലാസ്റ്റ് ടു ആയിരിക്കും കുറച്ചും കൂടി അൺഫെമിലിയർ ആയിട്ട് ഉണ്ടാവുക. സോ ദോസ് ആർ ദ ടു തിങ്സ് വിച്ച് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ ഇൻ ദിസ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോ, ദാറ്റ് ഇസ് കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് കൊറോഷൻ എന്ന് നോക്കി വെക്കാം. സോ ഇൻ സിമ്പിൾ വേർഡ്സ് ഇഫ് വി സേ, അതൊരു സ്ലോ ഡീഗ്രഡേഷൻ പ്രോസസ് ആണ് ഓഫ് ദി മെറ്റൽസ് വെൻ ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദി എയർ. അപ്പോൾ എയറിനകത്തുള്ള ഓക്സിജൻ മോയ്സ്ചറൊക്കെ ആയിട്ട് കോൺടാക്ട് വരുമ്പോൾ ദ മെറ്റൽസ് ഗെറ്റ്സ് ഡീഗ്രേഡഡ് ആൻഡ് ആ ഒരു പ്രോസസ്സിനെയാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ എയറായിട്ട് കോൺടാക്ട് വരുമ്പോൾ ദി ഓബ്ജെക്ട് ഗെറ്റ്സ് കോട്ടഡ് വിത്ത് എ ലെയർ ഓഫ് ഓക്സൈഡ്, കാർബണേറ്റ്, ഹൈഡ്രോക്സൈഡ് ഓർ സൾഫൈഡ് ആൻഡ് ദെയർ ബൈ കോസസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി മെറ്റൽ. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെക്കാം. ആൻഡ് വൺ സച്ച് എക്സാമ്പിൾ ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഗ്രീൻ കളർ, ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് ഓൺ കോപ്പർ. ഇപ്പോൾ ഈ കോപ്പർ വെസൽസ് ഒക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തുള്ള ആറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് ഫോം ചെയ്യും. അതിന് നമ്മൾ കോപ്പർ കാർബണേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഇമേജ്. ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് ആയിരിക്കും ഫോം ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി വെക്കാം. ആൻഡ് ദാറ്റ് ഇസ് ടാർണിഷിംഗ് ഓഫ് സിൽവർ. സെയിം വേ തന്നെ സിൽവർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഓ വെസൽസ് നമ്മളിങ്ങനെ ഓപ്പൺ എയറിൽ വെച്ച് കഴിഞ്ഞാൽ എയറിനകത്തുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് സിൽവർ സൾഫൈഡ് ഫോം ചെയ്യും. അത് ഒരു ബ്ലാക്ക് കളർ കോട്ടിംഗ് ആണ് ആസ് ഗിവൻ ഇൻ ദിസ് ഇമേജ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് വൺ ആണ് ഫോർമേഷൻ ഓഫ് റസ്റ്റ് ഓൺ അയൺ. മലയാളത്തിൽ നമ്മൾ തുരുമ്പ് പിടിക്കുക എന്ന് പറയും. അതൊരു റെഡിഷ് കളർ ബ്രൗൺ ഫ്ലേക്കി പൗഡർ കോട്ടിംഗ് ആണ്. സെയിം വേ വെൻ ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദി എയർ. അതിൻ്റെയും കുറച്ച് ഇമേജസും കെമിക്കൽ ഫോർമുല റിയാക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ദം ഡൗൺ. അപ്പം നമ്മൾ എന്താണ് കൊറോഷൻ എന്നൊക്കെ പഠിച്ചു. ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ മെയിൻ മെത്തേഡാണ് പെയിൻറ്റിങ് ഓർ അപ്ലൈയിങ് വാർണിഷ്. ഓഫ് കോഴ്സ് പീപ്പിൾ ഡു പെയിൻറ്റിങ് ആസ് പാർട്ട് ഓഫ് ഡെക്കറേഷൻ ആൻഡ് ഓൾ, പക്ഷെ മോസ്റ്റ്ലി കൊറോഷൻ അവോയ്ഡ് ചെയ്യാനാണ്. പിന്നെ നോൺ കൊറോസീവ് മെറ്റൽസ് യൂസ് ചെയ്യാം. പിന്നെ അവർക്ക് കവർ ഇറ്റ് അപ്പ് വിത്ത് certain metals such as tin, പിന്നെ നോബിൾ മെറ്റൽസ് സച്ച് ആസ് ഗോൾഡ്, സിൽവർ ആൻഡ് സോ ഓൺ. പിന്നെ കുറച്ച് മെഷീനറി പാർട്സ് നമുക്ക് അവർക്ക് ഓയിൽ, ഗ്രീസ് ഒക്കെ അപ്ലൈ ചെയ്യാം. ആൻഡ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഗാൽവനൈസേഷൻ. ഇത് ഒരു കൊറോഷൻ അവോയ്ഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. Now comes our next and last topic, rancidity. What is rancidity? ഇതും സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി സ്പോയിലേജ് ഓഫ് ഫുഡ്. ഇപ്പം നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ്സ് ഒക്കെ കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തുള്ള ആറ്റ്മോസ്ഫിയർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ അതൊരു അൺപ്ലസൻറ്റ് ഓർഡർ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം അതിനെയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ ഇസ് ഓൾസോ ഗിവൻ ബിലോ. അപ്പോൾ ഇത് കുറച്ച് റാൻസിഡ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റാൻസിഡിറ്റി എന്ന് പറയുമ്പോൾ അത് സ്ലോലി ഇറ്റ് ലീഡ്സ് ടു സ്പോയിലേജ് ഓഫ് ദി ഫുഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രോസസ്സ്. അപ്പോൾ ഇതും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെഷേഴ്സ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് കൊറോഷൻ. അപ്പോൾ റാൻസിഡിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ മെഷറാണ് ബൈ ക്ലോസിങ് ദം ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഈ ഫുഡ് പാക്കറ്റ്സ് ഒക്കെ ക്യാൻ ബി ഫ്ലഷ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസ് ഇസ് വെരി ലൈക്ക് എ ഗുഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ആണ്. ഇനി വേറെ കുറച്ച് ആൻറ്റി ഓക്സിഡൻസിൻ്റെ എക്സാമ്പിളാണ് BHA, BHT, ഒരു നാച്ചുറൽ വൺ ആണ് റോസ്മേരി ആൻഡ് സോ ഓൺ. ഇവിടെ കൊടുത്തിരിക്കുന്നത് BHA, BHT എന്ന ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ, വി ഹാവ് കം ടു ആൻ എൻഡ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് കുറച്ച് MCQs ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. മോർ ക്വസ്റ്റ്യൻസ് വിൽ ബി കമ്മിങ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. സോ ദാറ്റ്സ് ഓൾ. ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് ദർ ഇസ് എനി ഡൗട്ട് പ്ലീസ് ടു കോമെൻറ്റ് ദം ബിലോ. താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ്.